എല്ലാ കാലത്തും ഇസ്രയേലിനെ പിന്തുണച്ച് കൂടെ നിന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വർഷങ്ങളായി കൂടെ നിൽക്കുന്നവരാണ് അവർ. എന്നാൽ അടുത്ത കാലത്ത് യൂറോപ്പിൽ ചില എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരികയാണ്. ഇസ്രയേലിന്റെ കൂടെ നിന്നാൽ ലോക മനുഷ്യ സമൂഹം എതിരാകും എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഇസ്രയേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും എപ്പോഴും പിന്തുണ നൽകിയിരുന്ന ഇറ്റലി ഒടുവിൽ ഇപ്പോൾ കളം മാറി ചവിട്ടുകയാണ്. ഇസ്രയേലുമായി ഇനി കൂടുതൽ അകലം പാലിക്കാനാണ് ഇറ്റലിയുടെ തീരുമാനം. പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ റദ്ദാക്കുകയും ചെയ്തു. ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാര പ്രതിരോധ കരാറുകളും റദ്ദാക്കണമെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ലെബനോണിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളാണ് ഇസ്രയേലിന് ഈ തിരിച്ചടി ലഭിക്കാൻ കാരണം. 2023 ഗാസയിൽ ഇസ്രയേൽ തുടങ്ങിയ ശക്തമായ ആക്രമണമാണ് യൂറോപ്പിനെ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ നിരവധി ആളുകളെ കൊല്ലപ്പെടുത്തുകയും ആശുപത്രികളും സ്കൂളുകളും എല്ലാം തകർക്കുകയും ചെയ്ത ആക്രമണം സ്പെയിൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, അയർലൻഡ് എന്നീ രാജ്യങ്ങളെ പരസ്യമായി ഇസ്രയേലിന്റെ എതിർചേരിയിലേക്കാക്കി. ഗാസയിൽ നടത്തിയ കൂട്ടക്കൊല, വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ ചെയ്യുന്ന ക്രൂരതകൾ, ലെബനോണിലെ ആക്രമണം എന്നിവയെല്ലാം യൂറോപ്പിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. വ്യാപാര പ്രതിരോധ കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒന്ന് ആ രാജ്യത്തെ മനുഷ്യാവകാശമാണ്. ആ വിഷയത്തിലാണ് ഇസ്രയേലിന് നേരെ ഇപ്പോൾ എതിർപ്പുകൾ രൂക്ഷമാകുന്നത്. ലെബനോണിൽ UN സമാധാന സേനയുടെ ഭാഗമായി ഇറ്റലിയുടെ സൈന്യവും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നേരെ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇറ്റാലിയൻ സൈന്യത്തിന് നഷ്ടം വരുത്തിയ ആക്രമണത്തെ ഇറ്റലി അപലപിച്ചു. ഇസ്രയേലിന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. രണ്ടാമതൊരു ഗാസ ലെബനോണിൽ സംഭവിക്കാൻ പാടില്ലെന്ന് ഇറ്റലിയുടെ വിദേശകാര്യമന്ത്രി അന്റോണിയോ ടജാനി പ്രതികരിക്കുകയും ചെയ്തു. ഈ പ്രസ്താവനയിൽ പ്രതിഷേധം അറിയിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഇറ്റലിയുടെ അംബാസഡറെ വിളിപ്പിച്ചു. ഇസ്രയേലുമായുള്ള ബന്ധം പുനഃപരിശോധിക്കണം എന്ന ആവശ്യം ഇറ്റലിയിൽ ശക്തമാകുകയും ചെയ്തു. ഇതോടെയാണ് ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ റദ്ദാക്കാൻ തീരുമാനിക്കുന്നത്. 2003 ഒപ്പുവെച്ച ഇസ്രായേൽ ഇറ്റലി പ്രതിരോധ കരാർ നിലവിൽ വന്നത് 2006 ആയുധ കൈമാറ്റം, സംയുക്ത സൈനിക അഭ്യാസം, ഗവേഷണ സഹകരണം, സൈനിക പരിശീലനം എന്നിവ ഉൾപ്പെടുന്ന കരാർ ഓരോ 5 വർഷം കൂടുമ്പോഴും പുതുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ പുതുക്കിയില്ല എന്ന് മാത്രമല്ല, അത് റദ്ദാക്കിയതായി ഇറ്റലി അറിയിക്കുകയും ചെയ്തു. അതായത് ഇസ്രയേലിന്റെ ആയുധപ്പുര ഉടനെ കാലിയാകാൻ പോകുന്നു എന്നാണ് പറയേണ്ടത്. ഇസ്രയേലിന് ആയുധം വിൽക്കുന്ന ഒരു പ്രധാന രാജ്യമാണ് ഇറ്റലി. ഗാസയിൽ ആക്രമണം തുടങ്ങിയ അവസരത്തിൽ അവർ ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. അതോടെ ഇസ്രയേലിന്റെ ആയുധ സ്റ്റോക്കും കുറഞ്ഞു തുടങ്ങി. അതേപോലെ യൂറോപ്യൻ യൂണിയൻ ഇസ്രയേൽ അസോസിയേഷൻ കരാർ റദ്ദാക്കണം എന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. യൂറോപ്പ് ഒന്നടങ്കം ഉടക്കിയാൽ ഇസ്രയേലിന് അത് വലിയ തിരിച്ചടിയാകും. ഇസ്രയേൽ 34% ഇറക്കുമതി ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നാണ്. അതേപോലെ ഇസ്രയേലിന്റെ 28% കയറ്റുമതിയും യൂറോപ്പിലേക്കാണ്. ഇതെല്ലാം നിലച്ചാൽ ഇസ്രയേൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകും. ഐക്യരാഷ്ട്രസഭയിൽ പലപ്പോഴും ഇസ്രയേലിന്റെ രക്ഷയ്ക്കെത്തിയിരുന്ന ഹംഗറിയിലെ വിക്ടർ ഓർബന്റെ ഭരണകൂടം താഴെ വീണതും ഇപ്പോൾ നെതന്യാഹുവിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്.